with you. ഏവർക്കും പുസ്തക പരിചയത്തിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ചെറുതായി പരിചയപ്പെടുത്താൻ പോകുന്ന പുസ്തകം മഞ്ഞവെയിൽ മരണങ്ങൾ. ആടുജീവിതം എന്ന പ്രശസ്ത നോവലിന് ശേഷം ബെന്യാമിൻ മലയാളത്തിൽ എഴുതിയ ഏറ്റവും മനോഹരമായ പുസ്തകമാണ് മഞ്ഞവെയിൽ മരണങ്ങൾ. മഞ്ഞവെയിൽ മരണങ്ങൾ. ഈ പുസ്തകത്തിൻ്റെ ബ്ലർബ് വായിക്കുകയാണെങ്കിൽ പുസ്തകത്തിൻ്റെയും പുസ്തക ഗ്രന്ഥാലയ ഹത്യയുടെയും പുസ്തകങ്ങൾ വായനയുടെയും കഥയാണ് മഞ്ഞവെയിൽ മരണങ്ങൾ. ഒരു നോവലിസ്റ്റ് ആ കഥ അച്ചടിക്കാൻ കഴിയാതെ മറ്റൊരു നോവലിസ്റ്റിന് ഇമെയിൽ അറ്റാച്ച്മെൻറ്റായി കൊടുക്കുന്ന ഒരു തുടക്കമാണ് ഈ പുസ്തകത്തിൻ്റെ ആദ്യ ആമുഖം പറയുന്നത്. വളരെ വ്യത്യസ്തമായ, എളുപ്പത്തിൽ വായിച്ചു പോകാവുന്ന രീതിയിലുള്ള ഈ പുസ്തകം വളരെ ഹൃദ്യമായി എനിക്ക് തോന്നി. 440 പേജുകളുള്ള ഈ പുസ്തകത്തിൽ DC ബുക്സാണ് ഇതിൻ്റെ പ്രസാധകർ. മഞ്ഞവെയിൽ മരണങ്ങൾ ഞാൻ കരസ്ഥമാക്കിയത് ഈ കഴിഞ്ഞ ജാനുവരി 25, 26, 27 തീയതികളിൽ കോഴിക്കോട് വെച്ച് നടന്ന KLF ലിറ്റററി ഫെസ്റ്റിവൽ സ്റ്റാളിൽ നിന്നാണ് എനിക്കിത് കരസ്ഥമാക്കാൻ കഴിഞ്ഞത്. വാങ്ങിച്ചിട്ടിപ്പോൾ ഏകദേശം 3-4 മാസം കഴിഞ്ഞു. എങ്കിലും വായിച്ച് തീർക്കാൻ കഴിയാതെ ഞാൻ വേഭൂത കൊണ്ട് നിൽക്കുന്ന ഒരു പുസ്തകമാണിത്. വീണ്ടും വായിക്കണമെന്ന് തോന്നുമ്പോൾ ആണ് ഞാനൊരു പുസ്തകത്തെ പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് ഏവർക്കും ഹൃദ്യമായ രീതിയിൽ വായിച്ചു പോകാവുന്ന ബെന്യാമിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പുസ്തകമാണ് മഞ്ഞവെയിൽ മരണങ്ങൾ. മഞ്ഞവെയിൽ മരണങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇത് വളരെ വ്യത്യസ്തമായ രീതിയിൽ അനാവരണം ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു നോവലായി എനിക്ക് തോന്നുന്നു. ഒരു സ്ഥലത്തേക്കുള്ളൊരു യാത്ര, അതും കഥാപാത്രത്തിൻ്റെ പേര് വളരെ അന്തർപേർ എന്ന കഥാപാത്രത്തിൻ്റെ പേര് ആ നോവൽ വായിച്ചു തുടങ്ങുകയാണ്. അത് എന്നാണ് പൂർത്തീകരിക്കുക എന്നെനിക്ക് പറയാൻ പറ്റില്ല. എങ്കിലും ബെന്യാമിൻ സാറിനെ ഞാൻ കോഴിക്കോട് വെച്ച് പരിചയപ്പെടാനിടയായി. അദ്ദേഹത്തിൽ നിന്ന് കിട്ടിയ അറിവുകളുടെ ചെറിയ ഇത് വെച്ച് ഈ പുസ്തകം ഞാൻ വളരെയധികം ഇഷ്ടപ്പെടുന്നു. ഏവർക്കും ഞാൻ ഈ പുസ്തകം റെക്കമെൻഡ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് നമസ്കാരം. വില്യംസ് ജി സൈനിങ് ഓഫ്. ബൈ.